ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ഇറ്റ്സ് മീ അനസുദ്ദീൻ സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. മക്കളെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്ന് കമന്റ് ബോക്സ് ചോദിക്കുകയാണ്, സാറേ ഇനി ഒരു മാസം കൂടി ഉള്ളു, അതായത് എനിക്ക് ഈ ഒരു മാസം കൊണ്ട് പഠിച്ച് എനിക്ക് ഒരു ആവറേജ് സ്കോർ നേടിയെടുക്കാൻ പറ്റുമോ? എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് പഠിക്കാനൊന്നും തോന്നുന്നില്ല, അങ്ങ് ഡ്രോപ്പ് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളൊരു മൈൻഡാണ് കുട്ടി പറഞ്ഞത്. മക്കളെ ഞാൻ ആ കുട്ടിയോട് ഞാൻ പറയുകയാണ്, ഒരു കവിത ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയാണ്. നിങ്ങൾ പിന്നിലാവുന്നതല്ല പരാജയം, മറിച്ച് മുന്നേറാൻ ശ്രമിക്കാത്തതാണ് പരാജയം എന്നാണ് കുഞ്ഞുണ്ണി മാഷിന്റെ കവിത. അത് റീലിൽ കണ്ട ഒരു കവിത കേട്ടോ, ഞാൻ കവിതയൊന്നും വായിക്കാറില്ല. അപ്പൊ എന്തു ആയിക്കോട്ടെ മക്കളെ, നിങ്ങൾ ഒരു മാസം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് കിട്ടുമ്പോൾ എന്താണ് മക്കളെ, നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബോധം വരും. ഞാൻ ഒരു മാസം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചപ്പോൾ എന്നെ കൊണ്ട് ഇത്രേ പറ്റി, കേട്ടോ, എന്നെ ഇത്രയും മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി എങ്കിൽ ഞാൻ അടുത്ത കൊല്ലം ഫുള്ള് കഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ഏത് ലെവൽ ഞാൻ എത്തും, എത്ര മാർക്കിന് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് നിങ്ങളുടെ മൈൻഡിലെത്തും അല്ലേ. അപ്പം അത് മതി. കാരണം എന്ന് പറഞ്ഞാല് അതായത് നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് മതി. നിങ്ങൾ ഒരു മാസം കഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഇനി നിങ്ങൾ അടുത്ത കൊല്ലം ഫുള്ള് കഷ്ടപ്പെടുകയാണ്, നിങ്ങൾ ഏത് ലെവലെത്തും മക്കളെ? ആ ഒരു ലെവൽ ഉണ്ടല്ലോ, നിങ്ങൾ അടുത്ത കൊല്ലം ഫുള്ള് കഷ്ടപ്പെടും എന്നുള്ളൊരു മൈൻഡ് എത്തുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ മക്കളെ, ആ ലെവൽ മതി കേട്ടോ. ആ ലെവൽ മതി. നിങ്ങൾ എന്താണ് റോക്കറ്റ് പോലെ കുതിച്ചു വരും കേട്ടോ. യെസ്. അതുകൊണ്ട് മക്കളെ എന്ത് ചെയ്യാം മക്കളെ, കഷ്ടപ്പെട്ട് പഠിക്കുക. എത്ര മാസമാണെങ്കിലും ദിവസമാണെങ്കിലും മണിക്കൂറാണെങ്കിലും കഷ്ടപ്പെട്ട് പഠിക്കുക. വേറെ പരിപാടി ഒന്നും കേട്ടോ, കഷ്ടപ്പെട്ടങ്ങ് പഠിച്ചേക്കാം, വേറെ ഒരു പരിപാടിയില്ല. ഓക്കെ, ഇവിടെ നോക്കാം. ഞാൻ ചാപ്റ്റർ വൈസ് വെച്ച് സാർ പറയുകയാണ്. ഓക്കെ, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. 8 മാർക്കിനാണ് ചോദിക്കുന്നത്. എന്താണ് 8 മാർക്കിന് ഇത് എന്തിരിക്കുന്നത് സാറേ? 8 മാർക്കിന് എന്തിരിക്കുന്നതിനകത്ത് നമ്പർ സിസ്റ്റം കൺവേർഷൻസ് ഉണ്ട്, പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട് അല്ലെ, ചോദിക്കുന്നുണ്ട്, തിയറി സെക്ഷൻ ഉണ്ട്. അതെല്ലാം 2 സെക്ഷൻസ്, 2 പാർട്ട് ഉണ്ട് കേട്ടോ. അതായത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ നമ്പർ സിസ്റ്റം ഉണ്ട്, പിന്നെന്താണ് ഈ CPU ന്റെ കമ്പോണൻസ്, പിന്നെ നമുക്ക് ഈ ഫംഗ്ഷൻ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ, പിന്നെന്താണ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഡിഫറൻസ്, അതെല്ലാം ചോദിച്ചിരിക്കും. അതെല്ലാം ചോദിക്കുന്ന ഒരു സെക്ഷൻ നമുക്ക് എന്ത് ഈ പറഞ്ഞ സെക്കൻഡ് സെക്ഷൻ. ഓക്കെ, സോറി ഫസ്റ്റ് ചാപ്റ്റർ എന്ന് കേട്ടോ. അതുകൊണ്ട് 2 സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് വരുന്നതാണ് മക്കൾ എന്ത് ഈ പറഞ്ഞ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയാം. നെക്സ്റ്റ് അടുത്ത് നോക്കാം, കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 11 മാർക്ക് കേട്ടോ. 11 മാർക്കിനാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. 11 മാർക്ക് കേട്ടോ. 11 മാർക്ക് ഒരിക്കലും മിസ്സാക്കല്. 11 മാർക്ക്. അപ്പൊ 11 മാർക്കിന് ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് വരും. കാരണം ഫുള്ള് തിയറി ചാപ്റ്റർ ആണ്. കാരണം ഇതിനകത്തുനിന്ന് എന്താ മക്കളെ, ഫസ്റ്റ് ചോദിക്കുന്ന പ്രൊസസർ ഉണ്ട്, പിന്നെ CPU ന്റെ ടൈപ്സുകൾ, പിന്നെ ഇൻപുട്ട് ഡിവൈസ്, ഇതെല്ലാം എവിടെ നിന്ന് വരുന്നുണ്ട്? ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താ മക്കളെ പറയുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. ദെൻ 8 മാർക്കിന് കേട്ടോ. 8 മാർക്കിനാണ്. ഓക്കെ, 8 മാർക്ക് എന്ന് പറയുമ്പോൾ അൽഗോരിതം, ഫ്ലോ ചാർട്ട് കാര്യങ്ങളെല്ലാം അവിടെ ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ട് വിത്ത് C++ എന്ന് പറയുന്ന ചാപ്റ്റർ. എത്ര മാർക്ക് മക്കളെ? 5 മാർക്ക് കേട്ടോ. 5 മാർക്കിനാണ്. ഒരിക്കലും മിസ്സാക്കല്. 5 മാർക്ക് ഒരിക്കലും മിസ്സാക്കുകയേ ചെയ്യല്ല കേട്ടോ. യെസ്. നെക്സ്റ്റ് നോക്കാം, ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്താണെങ്കിൽ 8 മാർക്കിന് കേട്ടോ. 8 മാർക്ക്, വെറും 8 മാർക്ക് എന്ന് പറഞ്ഞാൽ 8 മാർക്കിന് ഫുള്ള് പഠിച്ചിരിക്കണം കേട്ടോ. ഫുള്ള് കാര്യങ്ങൾ പഠിച്ചിരിക്കണം, വേറെ പരിപാടിയൊന്നുമില്ല, എല്ലാ കാര്യവും പഠിച്ചിരിക്കണം. ഓക്കെ, എന്താണ് ഡേറ്റ ടൈപ്പ്, ഓപ്പറേറ്റേഴ്സ് സംബന്ധിച്ചുള്ള പ്രോബ്ലംസ് എല്ലാം വേറെ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരിക്കലും പുതുമയുള്ള അതാണ് പഴയ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. ഓക്കെ, പ്രോഗ്രാം തുടങ്ങുന്ന ഒരു ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാം എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാമിംഗ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻസ്, പ്രോഗ്രാംസ്, പിന്നെ എന്താ ഈ ടൈപ്പ് കൺവേർഷൻസ്, അങ്ങനെ ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. പക്ഷെ എന്താണ് കുറച്ച് വലുതാണ്. ഓക്കെ, എത്ര മാർക്ക് മക്കൾ? 6 മാർക്കിനാണ്. വേണമെങ്കിൽ 5 മാർക്കിന് സെക്ഷൻ ഈ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. നെക്സ്റ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് മക്കളെ പഠിച്ചിരിക്കണം. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫുള്ള് സിൻടാക്സിന്റെ കളി. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഫുള്ള് സിൻടാക്സ്. ഇഫ് എൽസിന്റെ സിൻടാക്സ്, ഫോർ എക്സാമ്പിൾ ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. അപ്പം ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും, അതർവൈസ് എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം അതിന്റെ സിൻടാക്സ് എക്സാമ്പിൾ വർക്കിംഗ് പഠിച്ചിരിക്കുക. ഒരിക്കലും സിൻടാക്സ് പഠിക്കുക ഒരിക്കലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുകയേ ചെയ്യല്ല. മസ്റ്റ് ആണ് കേട്ടോ. സിൻടാക്സ് മസ്റ്റ് ആണ് കേട്ടോ, ഒരിക്കലും മിസ്സാക്കല്. യെസ്. നെക്സ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എത്ര? 10 മാർക്ക് കേട്ടോ. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സും 10 മാർക്കാണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കും 10 മാർക്കാണ്. കാരണം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കുറച്ച് തിയറിയാണ്. എന്നാൽ തന്നെ 5 മാർക്കിന് ചോദിക്കും, 3 മാർക്കിന് ചോദിക്കും, 2 മാർക്കിന് ചോദിക്കും, 1 മാർക്കിന് കേട്ടോ. അതുകൊണ്ട് നല്ല വെയിറ്റുള്ള ചാപ്റ്റർ നമുക്ക് എന്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കേട്ടോ. നെക്സ്റ്റ് എടുക്കാം ഇന്റർനെറ്റ്. ഇതൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട്. ഇതിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 78 കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ 78 വരും. എന്തുകൊണ്ട് 78 എക്സാം? 60 ഉള്ളൂ. കാരണം ഇതിനകത്ത് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെക്സ്റ്റ് അതായത് ഫസ്റ്റ് സെക്ഷൻ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 തൊട്ട് 6 വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ 5 എഴുതിയാൽ മതി. ഓക്കെ, അതിന് മോഡൽ എക്സാം നമ്മുടെ സൈഡിൽ നടത്തുന്നുണ്ട്, അത് പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് എടുക്കാം ഇന്റർനെറ്റ് എന്ന് പറയുന്നത് പക്കാ തിയറി തന്നെയാണ്. ഇന്റർനെറ്റ് എന്താണ് അതിന്റെ ഹിസ്റ്ററി, പിന്നെയാണെങ്കിൽ എന്താ മക്കളെ അതിനകത്തുള്ള സോഷ്യൽ മീഡിയ,
വേൾഡ് വൈഡ് വെബ്, ബ്രൗസർ, സെർച്ച് എഞ്ചിൻ, ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ആ കാര്യങ്ങൾ എല്ലാം പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ എന്ത് ഈ പറഞ്ഞ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് IT എന്നാണ്. IT ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 7 മാർക്കാണ് അല്ലെ, ഫുൾ തിയറി ആണ്, ഫുൾ തിയറി ചാപ്റ്റർ ആണ് അല്ലെ. യെസ്, 7 മാർക്കിന് ചോദിക്കുന്ന ഒരു സെക്ഷൻ നമ്മളെ IT ആപ്ലിക്കേഷൻ എന്ന് പറയാൻ. അപ്പൊ അതുകൊണ്ട് മക്കളെ വേണ്ട, ഇപ്പൊ ഇനി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ഇതിനാകെ ഏറ്റവും കുറവ് വെയിറ്റ് ചെയ്ത എവിടെ മക്കളെ, ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഗെറ്റിംഗ് സ്റ്റാർട്ട് വിത്ത് C++ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ ഈ ചാപ്റ്റർ പഠിക്കണ്ട, 5 മാർക്കേ പോകത്തുള്ളല്ലോ, ബാക്കി എത്ര ഉണ്ട്, 60 55 മതി. മക്കളെ ഒരു കാര്യം പറയാം, ചിലപ്പോൾ ഒരു ചാപ്റ്റർ ടഫ് ക്വസ്റ്റ്യൻ വന്ന് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരിക്കലും എന്താണ് അങ്ങനെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ എന്ത് ചെയ്യും മക്കളെ, എല്ലാ ചാപ്റ്ററും പഠിച്ചുകൊണ്ട് തന്നെ പോവുക. ഒരിക്കലും മക്കളെ ഒരു ചാപ്റ്റർ മിസ്സാക്കല്ലേ. ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ചാപ്റ്റേഴ്സ് കൂടുതൽ കുറവ് ശ്രദ്ധ കൊടുക്കുക, എല്ലാ ചാപ്റ്റേഴ്സും ഒരേ തന്നെ ഫോക്കസ് ചെയ്ത് കൊടുക്കുക. പിന്നെന്താ മക്കളെ, കൂടുതൽ മാർക്കുള്ളതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നുള്ള കേട്ടോ, അത് വേറൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് മാക്സിമം എന്താ മക്കളെ, നിങ്ങൾ മാക്സിമം എല്ലാ കാര്യങ്ങളും പഠിക്കുക. അപ്പൊ ലൈവ്സുകളെല്ലാം കാണുക, വീഡിയോസ് എല്ലാം കാണുക. അപ്പൊ ഓക്കെ, ബൈ.